ശ്രീ മോഹനൻ ഇവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഫാദർ ലോറിസ് ശ്രീധർമ്മൻ, പ്രൊഫസർ സാനു സ്വാമി, വേദിയിലും പുറത്തുള്ള മറ്റ് സുഹൃത്തുക്കൾ, വൈകിയ വേളയായതുകൊണ്ട് വന്ദേ ഭാരത് സ്പീഡിൽ പറ്റാണ് പ്രസംഗം. ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം ഇവിടെ ഈ വലിയ സദസ്സിൽ ഈ മതസൗഹാർദ്ദ മീറ്റിംഗ് 100ാം വർഷം. ഞാൻ ജനിച്ച നാട്ടിൽ, ഞാൻ ആലുവക്കാരനാണ്, ഇതിന് നേരപ്പുറത്തെ കടവിലാണ് ഞാൻ ജനിച്ചത്. അത് പലരും ധാരണ ഈ ടി വിയിൽ കാണുമ്പോൾ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ടല്ല, ഞാൻ ഇവിടുത്തുകാരനാണ്. അപ്പോൾ അവിടെ ഞങ്ങളൊക്കെ ബഹുമാനിച്ച് ഇവിടെ കൊണ്ടുവന്ന EMS പഠന കേന്ദ്രത്തെ എൻ്റെ സാരഥികളോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തി. ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടം, അതിൻ്റെ 100ാം വാർഷികം അങ്ങനെ കൂട്ടാൻ എടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും അപായകരമായിട്ടുള്ളൊരു സമയത്താണിത് ഉണ്ടായത്. നമ്മുടെ തെറ്റായ ധാരണയായിരുന്നു. നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ജാതിയോ മതമോ വർഗീയതയൊക്കെ നമ്മൾ കീഴടക്കി, നമ്മളാണ് ഏറ്റവും മുന്നിൽ. അതൊക്കെ ബീഹാറിലും UP യിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളുള്ള വാലുമൊക്കെ മുറിച്ചടക്കും. ഞാൻ കങ്കാരുവിൻ്റെ വാലിനെ പറ്റിയിട്ടല്ല പറയുന്നത്, ജാതി വാലിനെ പറ്റിയിട്ട് പറയുന്നത്. നമ്മൾ വാലൊക്കെ മുറിച്ച് കളഞ്ഞു, പക്ഷെ വാല് മുറിക്കാത്ത ആൾക്കാരുണ്ട്, വാല് മുന്നിൽ വെച്ച ആൾക്കാരുണ്ട്. അതാണ് മുന്നിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വിഭാഗം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മീറ്റിംഗ് നടന്നത്. അതാണ് ഈ മീറ്റിങ്ങിൻ്റെ പ്രസക്തി. ഇതിന് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു സമയത്താണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഇത് അവസാനിക്കരുത്, ഇത് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇന്ന് എല്ലാവരെയും കൂടെ വേദിയിലിരുത്താവുന്ന ഒരു പരിപാടി ഇല്ല. എൻ്റെ സംഘടന പക്ഷേ ഇപ്പോൾ ഓണത്തിന് 100 സ്ഥലത്ത് പരിപാടിയാണ്. 100 സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഫാദർ കൊണ്ടെടുത്തു. എല്ലാ സ്ഥലത്തും ഞങ്ങൾ നടത്തും. ഞങ്ങൾക്കിതൊന്നും പ്രശ്നമില്ല. ഞാൻ വിളക്ക് കത്തിക്കുന്ന കൂട്ടത്തിലാണ്, ചിലർ പിടിയൊന്നുമില്ല. പലതും കത്തിക്കുന്ന കൂട്ടത്തിൽ വിളക്കും കത്തിക്കും. അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞേണ്ടത്. അതിപ്പോൾ മതാചാരങ്ങളുടെ ഭാഗമായിട്ട് തലയിട്ട് അവിടെ പോയിട്ട് വിളക്ക് കത്തിച്ചാലേ പ്രശ്നമുള്ളൂ. സാധാരണഗതിയിൽ ഒരു വിളക്ക് അത് പറഞ്ഞപ്പോൾ സ്വാമിനോട് MESകാരോ ഹൈന്ദവ സമുദായത്തിന് വലിയ സ്നേഹമാണ്. എന്നാ കാര്യം പറഞ്ഞുതരാം. ദൈവദർശനത്തിൻ്റെ 100ാം വാർഷികത്തിന് അത് ശിവഗിരിയിൽ പോയിട്ട് ഏറ്റുവാങ്ങിയ പന്തിഭോജനം നടത്തിയപ്പോൾ ഇവിടെ സഹോദരനായിട്ട് എന്നെയാണ് ക്ഷണിച്ചത്. അന്ന് ആലഞ്ചേരി പിതാവുണ്ടായിരുന്നു. അയ്യങ്കാളിയുടെ സ്കൂളിലോട്ട് ഇന്നലെ ശ്രീകുമാർ എന്നെ കൊടുത്തു. എന്നെ എന്ന് പറഞ്ഞ വ്യക്തി MESന് ഞാൻ പ്രതീകം മാത്രം. അപ്പോൾ ആ നിലക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ഇനി കേരളത്തിലെ ചരിത്രം നോക്കുമ്പോൾ ശരി തന്നെയാണത്, ജാതി ഇല്ല എന്നുള്ളത്. ജാതി ഇല്ല എന്ന് പറയുമ്പോൾ ജാതി ഉണ്ട്. സംവരണമുള്ളിടത്തോളം കാലം ജാതി ഉണ്ടാവും. സംവരണം ഉണ്ടല്ലോ. പണ്ട് നമ്മളൊരു കാര്യപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആളായി പോയി എന്ന് പറയില്ല, ഞങ്ങളൊരു മന്ത്രിയാണ്. അപ്പോൾ മൂപ്പരെ വീട്ടിൽ ഞാൻ പോയപ്പോൾ മൂപ്പരെ ഭാര്യ മുസ്ലിമാണ്. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഞാൻ തമാശയിൽ പറഞ്ഞു, നമുക്ക് ഈ 2 കുട്ടികൾ ഇവരെ നമുക്ക് മുസ്ലിമാണ്. അപ്പോൾ മൂപ്പരെൻ്റെ മുഖത്ത് നോക്കും, അരെ വർഗീയവാദിയോ ഇവരെ മൂപ്പത് നോക്കുക. ഞാൻ പറഞ്ഞു അതിനല്ല, നമുക്ക് സംവരണം കിട്ടണ്ടേ. സംവരണം കിട്ടാച്ചാൽ നമുക്ക് മുസ്ലിം ആക്കിയേ പറ്റൂ. അപ്പോൾ സംവരണം ഉള്ളിടത്താണ് ഇവിടെ ജാതി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ബീഹാറിൽ പഠിച്ചാണ്, ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചു, ആന്ധ്രയിൽ പഠിച്ചു. അവിടുത്തെ ജാതി ചിന്തയും ഇവിടെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവിടെ ഇപ്പോഴും വേറെ പ്ലേറ്റിലാണ് ഭക്ഷണം കൊടുക്കുന്നത് വീട്ടിലെ ജീവനക്കാർക്ക്. നിങ്ങൾ വെറുതെ പോരാട്ടം നടത്തിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വേറെ അരി വേറെ അരിയാണ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ആന്ധ്രയിൽ. കാരണം പല കൂടി അരിയുള്ള സ്ഥലമാണ് ആന്ധ്ര. അപ്പോൾ അത് കൊടുക്കുന്നത് ബീഹാറിൽ പുറത്തിരുത്തിയിട്ടാണ് ഇപ്പോഴും ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആമുഖ പ്രസംഗത്തിലല്ല, സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണനായി ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ചില തെറ്റിപ്പോകും പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പിന്നെ പുനർജന്മമില്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ ബീഹാറിലെ മനസ്സിലായില്ലേ, മുഷഹാർ എന്ന് പറഞ്ഞിട്ടുള്ള എലിയെ തിന്നുന്ന വിഭാഗത്തിൻ്റെ ജനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഗംഗാനദിയിൽ മനസ്സിലായില്ലേ ശവസംസ്കാരം നടത്തുന്ന ഡോം എന്ന് പറഞ്ഞിട്ടുള്ള ദളിത് വിഭാഗം,
അതിൽപ്പെട്ട് ജനിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാലൊരു പോരാട്ടത്തിന് സ്കോപ്പുള്ളൂ. LMS പ്രസിഡൻ്റൊന്നും ഒരു പോരാട്ടമില്ല. പക്ഷേ മറ്റൊരു കാട്ടൊക്കെ കുറച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വേറെ ഉണ്ട് വേണം. അവരെ കാട്ടൊക്കെ ഭേദമാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ മതത്തിലെ മറ്റു മതങ്ങളുള്ള. അപ്പോൾ ഈ പോരാട്ടത്തിൽ പറയുമ്പോൾ ഞാൻ 3-4 പേരുകൾ ഞാനവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരൊന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ അറിയാം. ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമ്മൾ പറഞ്ഞു. വലിയ ചർച്ച നടക്കല്ലേ, ഹൈന്ദവ ആചാര്യനായിരുന്നു അല്ലയെന്ന്. ആയിക്കോട്ടെ. പക്ഷെ ആ ആചാര്യൻ എന്ന് പറയുമ്പോൾ ആ ആചാര്യൻ സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ജാതി വ്യവസ്ഥിതി അംഗീകരിക്കുന്നു പറയുമ്പോൾ നമ്മൾ എതിർക്കും. മറ്റതെന്താ കാര്യം അറിയോ? നിരീശ്വരവാദം ഹൈന്ദവ മതത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ചാവർന്നത് ഇതുവരെ കാര്യമല്ല പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ പറഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടി പറഞ്ഞു നിരീശ്വരവാദം ഈശ്വരവാദമായി തന്നെ ഹൈന്ദവ മതത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡിൽ കമ്മ്യൂണിസ്റ്റുകാരെ എടുത്താലും ഒരു കുഴപ്പമില്ലാതെ. ഞാൻ പൊളിറ്റിക്സിലോട്ട് വരാം. അവര് അങ്ങനെ പറഞ്ഞാൽ പറ്റൂലല്ലോ. എന്നുവെച്ചല്ല, അങ്ങനെയാണെങ്കിലും മുസ്ലിമുകളുടെ ഏതെങ്കിലും വഖഫ് ബോർഡ് എടുക്കുമ്പോൾ അവർ പൂർണ്ണമായിട്ടുള്ള മുസ്ലിമാണോ, എസെൻഷ്യൽ പ്രാക്ടീസ് ഓഫ് ഇസ്ലാമിൽ അത് വല്ല വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നൊന്നും ആരും അന്വേഷിക്കാൻ പോകുന്നില്ലല്ലോ. ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതേമാതിരി ഇപ്പം വേറെ രസം കൂടെ പറഞ്ഞുതരാം. നമ്മളിവിടെ പറയുന്ന 4 വലിയ ആൾക്കാരാണ്. പേര് നമ്മളെടുത്ത് പറയുന്ന പേര് ഗുരുവിൻ്റെ പേര് പറയുന്നു. 2 നമ്മളെടുത്ത് പറയുന്ന പേര് സഹോദരൻ അയ്യപ്പൻ്റെ. 3 നമ്മളെടുത്ത് പറയുന്ന പേര് അയ്യങ്കാളിയുടെ. 4ാമത്തെ നമ്മൾ എടുത്തു പറയാത്തൊരു പേരുണ്ട്, പെരിയാർ EV രാമസ്വാമി നായ്ക്കറുടെ. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ വൈക്കം സത്യാഗ്രഹത്തെ പറ്റി ഇപ്പം പറഞ്ഞു. മഹാത്മാഗാന്ധി അവിടെ ചെന്ന് കീഴടങ്ങിയിട്ട് തിരിച്ചു വന്നു. ഞാൻ KN പണിക്കരുടെ പുസ്തകം എടുത്ത് ഉദ്ധരിക്കാം. ഞാൻ ആളുടെ പേര് പറഞ്ഞു, സാനുമാഷക്കറിയാം. KN പണിക്കർ പറയുന്നു എന്താണ് അച്ചീവ് ചെയ്തത്? ആ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകാനായിട്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ലാന്നേ. അത് വർഷങ്ങളെടുത്തു. മഹാത്മജി എവിടെ ഇരുന്ന് വന്നല്ലോ. മഹാത്മജി അന്ന് വരണമെങ്കിൽ ഇവിടെ ഇരിക്കില്ല. മഹാത്മജി പുറയിലിരിക്കേണ്ടി വരും. കാരണം വീടിൻ്റെ പുറത്ത് നിന്നിട്ടാണ് സംസാരിക്കാമെന്ന് സമയം. വീടിൻ്റെ ഉള്ളിൽ കയറ്റോ? ഇല്ല, കയറ്റിയില്ല. പക്ഷേ പെരിയാർ രാമസ്വാമിനായ്ക്കരും കുടുംബവും കൂടെ ഒന്ന് പോരാടി. മഹാത്മജി ജയിലിൽ പോയില്ല. മഹാത്മജി സത്യാഗ്രഹം അനുഷ്ഠിച്ചില്ല. ഞാൻ മഹാത്മാഗാന്ധിക്ക് എതിരല്ല. ഇല്ല, വസ്തുതകൾ നമ്മൾ പറയണം. വേറെ പല സത്യാഗ്രഹങ്ങളും അദ്ദേഹം നടത്തി. പൂനാ ഉടമ്പടിക്ക് വേണ്ടി സത്യാഗ്രഹം നടത്തി. പക്ഷെ ഇവിടെ വന്നിട്ട് വൈക്കത്തെ ക്ഷേത്രത്തിന് വേണ്ടി സത്യാഗ്രഹം നടത്തിയിട്ടില്ല. ഇതല്ല ഞാൻ KN പണിക്കരെ വീണ്ടും ഉദ്ധരിക്കുന്നത്. നടത്തിയിട്ടില്ല. അദ്ദേഹം ഇവിടെ വന്നിട്ട് ആ വഴിയിലൂടെ ഒരു കോംപ്രമൈസ് മാത്രമല്ല, എഗെയിൻ മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് ഞാൻ ഉദ്ധരിച്ച് പറയാണ്. സിഖ് 10 പേര് വന്നു എന്ന് പറയുന്നു. എന്താ മഹാത്മാഗാന്ധി പറഞ്ഞ്? അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞു. ഇത് ഹൈന്ദവ മതത്തിൽപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണെന്ന് പറഞ്ഞു. ഇല്ലേ മാഷെ? ഞാൻ മാഷോട് എനിക്ക് ഒരു സാക്ഷിയെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞൊക്കെ ശരിയാണ് നോക്കാനായിട്ട്. അപ്പോൾ തിരിച്ചു പറഞ്ഞു. അപ്പോൾ ആ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ നമ്മൾ മറന്നു. അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ ഹിന്ദു പരിവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തികളിൽ ഹൈന്ദവ സമുദായത്തിൽ നമ്പർ 1 ശ്രീനാരായണ ഗുരു, നമ്പർ 2 മഹാത്മാ ജ്യോതിക ഫൂലെ, നമ്പർ 3 പെരിയാർ EV രാമസ്വാമി നായർ. തർക്കമുണ്ടല്ലോ. 9 കോടി ജനങ്ങൾ 60 വർഷമായിട്ട് ദ്രാവിഡ പാർട്ടികളോട് നിൽക്കും. അതേ ഫിലോസഫി ആണ്. 3ാമത്തെ വ്യക്തി ഞാൻ പങ്കെടുത്താണല്ലോ പന്തി ഭോജനത്തിൽ, സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹവും നിരീശ്വരവാദി. ഒരു ദൈവവുമില്ല, ഒരു മതവുമില്ല, ഒരു ജാതിയുമില്ല, അതെല്ലാം മണ്ണാൻ കണ്ടു. അങ്ങനെ മലപ്പുറം ഭാഷ. അപ്പോൾ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ അല്ലേ പറഞ്ഞല്ലോ, അദ്ദേഹം നിരീശ്വരവാദി. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. മറ്റത് കോൺഗ്രസിൻ്റെ ഒരു ഇടപെടലില്ല എന്നൊന്നും ഞാൻ പറയാനില്ല. മാസം ഒന്നോ മറ്റുള്ളവരൊന്നോ ഗോപാലൻ നായർ 1991 എന്ത് പറഞ്ഞു അതൊന്നിലോട്ട് പോകുന്നില്ല. പക്ഷേ ഇടപെട്ടിട്ടുണ്ട് കോൺഗ്രസ്. അതിനെ പറ്റി തർക്കമില്ല. മന്നം മറ്റേ ജാഥ അയച്ചിട്ടുണ്ട് മന്നം. അതിനെ പറ്റിയിട്ടൊന്നും ഒരു തർക്കവും നമുക്ക് വേണ്ട. പക്ഷേ ആ നിരീശ്വരവാദത്തിൽ നിന്നാണ് ജാതിയെ പൊട്ടിക്കാൻ പറ്റിയത്. ആ നിരീശ്വരവാദത്തിൽ നിന്നാണ് ജാതിയെ പൊട്ടിക്കാൻ പറ്റിയത്. കിട്ടിയില്ലേ? ആ നിരീശ്വരവാദം 2 തരത്തിലാവാം. എല്ലാവരും ഒരേ മതമാണെന്ന് പറയുമ്പോൾ ഒരു ഈക്വലൈസിംഗ് ആണ്. അതേമാതിരി തന്നെ നിരീശ്വരവാദം എന്ന് പറയുമ്പോൾ ആ നിരീശ്വരവാദമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൈതൃകം നൽകിയത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പൈതൃകം നൽകിയത് ആ നിരീശ്വരവാദമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരും
അവർക്ക് അധികാരമുണ്ട് എവിടെ ക്ഷേത്ര കമ്മിറ്റികളിലും പങ്കെടുക്കാൻ. ക്ഷേത്ര കമ്മിറ്റികളിലും പങ്കെടുക്കാം, നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിയും കൊണ്ടാടാം, ഒരു കുഴപ്പമില്ലാതെ, തെറ്റില്ല. അതിലൊക്കെ പങ്കെടുക്കണമെന്താ? ഞാൻ നേരത്തെ വഴക്കത്തിക്കുന്ന പറഞ്ഞ മാതിരി എല്ലാം പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം ആ നിലക്ക് ഇനിയാണ് നമുക്ക് വരാൻ ആ പോരാട്ടത്തെ പറ്റി കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. വലിയ പോരാട്ടം നടക്കാൻ പോകണം. നിങ്ങൾ കാണുന്ന മാതിരിയല്ല സംഭവം. ഭാരതത്തിൽ നടക്കുന്നത് പ്രതീകാത്മകമായിട്ട് കുറേ ദളിതുകളെ മുന്നിലെടുക്കുക, പ്രതീകമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ 2 മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുക, OBC വിഭാഗത്തിൽപ്പെട്ടത്, അങ്ങനെ പ്രതീകമായിട്ട് പല കാര്യങ്ങളും ചെയ്യുക. രാം കോവിന്ദിനെ വെക്കുക പ്രസിഡന്റായിട്ട്, പ്രതീകമായിട്ട് ഗിരിവർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളെ നിർത്തുക. പക്ഷെ അവർക്ക് എന്ത് അധികാരമുണ്ട് അതിൽ? ആ ഭരണപക്ഷത്ത് അവർക്ക് എന്ത് അധികാരമാണെന്നാണ് ചോദ്യം. അങ്ങനെയല്ലല്ലോ ഇവിടുത്തെ സ്ഥിതി. ചില്ലറാബാധകളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ല? പ്രത്യേകിച്ച് വെറും മതപണ്ഡിതന്മാരെ സ്റ്റേജിൽ എത്തിയോണ്ടൊന്നും കാര്യമില്ല. ഞങ്ങളുടെ ആൾക്കാരെ കാര്യം പറയുന്നത്, കാര്യത്തിലോട്ട് കിടക്കുമ്പോൾ നല്ല നല്ല മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ ഞങ്ങളുടെ മൊത്തപ്പെട്ട ആൾക്കാരാണ്. അവരെയൊക്കെ തന്നെ സംഘടിപ്പിച്ച് അത് ഒരു വേറൊരു വിപ്ലവം, സാംസ്കാരികമായിട്ടുള്ള ഒരു വിപ്ലവം നമ്മൾ നടത്തേണ്ടിയിരിക്കും. അതിന് വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു തലമുറയാണ്. അവരാരും ഞാനിപ്പോൾ മാസ്റ്ററോട് സംസാരിക്കുകയായിരുന്നു. അവരാരും ഞങ്ങളൊരു വോട്ടെടുപ്പ് നടത്തി MES 5000 കുട്ടികളുടെ, അത് 75% പെൺകുട്ടികളുടെ എഞ്ചിനീയറിംഗ് മറ്റേ. ചോദ്യം വളരെ സിമ്പിളാണ്. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 1 മാതാപിതാക്കന്മാർ പറഞ്ഞിട്ടാണോ? നമ്പർ 2 മതസംഘടനകൾ പറഞ്ഞിട്ടാണോ? 3 മതപരമായിട്ട് നോക്കിയിട്ടാണോ? അതോ ഒരു രാഷ്ട്രീയമാണ്? അതിൽ 80% പേര് പറഞ്ഞ രാഷ്ട്രീയമായിട്ടാണ്. 2.5% പേര് മാത്രം പറഞ്ഞിട്ടുള്ളൂ മതസംഘടനകൾ പറയണം. അതുകൊണ്ട് ഏത് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മതസംഘടന അടുത്തും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിൻ്റെ ആവശ്യമില്ല. അതില്ലാതെ തന്നെ വേറെ തലമുറ വന്നുകൊണ്ടിരിക്കണം. അവർ ഗുരുവിൻ്റെ ആദർശങ്ങൾ മനസ്സിലായി, അത് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട ആദർശങ്ങളാണ്. അവരോട് സംസാരിക്കുമ്പോൾ അവരങ്ങനെയാണ്. അവർ വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ കാലത്ത് മതവും ജാതി ഇല്ലാതെ ജീവിക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ട്. അതിൽ വലിയ ജാതി മതം ഇല്ലാതെ ഞാൻ പറഞ്ഞു, പക്ഷെ അതിന് വലിയ ഇത് കൊടുക്കാതെ. അപ്പോൾ ആ തലമുറയെ നമ്മൾ നേരിടുമ്പോൾ തീർച്ചയായിട്ടും കണ്ണാടി പ്രതിഷ്ഠ അതും പ്രശ്നമുണ്ടോ? അവരിത് പഠിപ്പിക്കണമെന്നേ. അവർക്കിതൊന്നും അറിയില്ല. അവർ വാട്സപ്പിൽ എന്തൊക്കെ നോക്കിയിരിക്കും. അതാണ് അവരിനി കുറച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവ പിതാക്കന്മാരെ വിദ്യാർത്ഥികളുടെ ഫാദർ കർത്താവ് ആരാണെന്ന് പഠിപ്പിക്കേണ്ടി വരും. അതുമാതിരിയാണ് അവരെ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വൈക്കം സത്യാഗ്രഹത്തെ പറ്റി അറിയില്ല, അവർക്ക് നെയ്യാറ്റിൻകര സ്കൂൾ സംഭവത്തിനെ പറ്റിയിട്ട് അറിയില്ല, വില്ലുവണ്ടി സമരത്തെ പറ്റി ഇതെല്ലാം സത്യമല്ലേ? അതവർക്ക് അറിയില്ല. നമ്മൾ വന്ന വഴിയൊന്നും അവർക്ക് അറിയില്ല. അവരിപ്പോൾ അമേരിക്കയിൽ പോകാനും യുക്രൈനിൽ പോകാനും അവിടെയൊക്കെ പോകാനൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ വരുമ്പോൾ യുവതലമുറയെ കൂടെ, പ്രത്യേകിച്ച് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ മഹത്വമായ തത്വം, നമ്മുടെ ശ്രീ ഗുരുവിൻ്റെ തത്വം, ഈ ദർശനം മനസ്സിലായില്ലേ, നമ്മൾ പഠിപ്പിക്കണം. അതിനായിട്ട് ചെറിയ ചെറിയ സമ്മേളനങ്ങൾ ഇങ്ങനെ നടത്തണം. അതിന് ഞങ്ങളുടെ മറ്റു സംഘടനകൾ, ഇപ്പം ഞങ്ങൾക്ക് 100 കോളേജ് സ്കൂളുകളുണ്ട്. അവിടെ വരെ മതപരമായിട്ടുള്ളതൊന്നും പഠിപ്പിക്കുന്ന കൂട്ടത്തിലല്ല. അവിടെ ആ സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്താനായിട്ട് ഞങ്ങൾ തുറന്നു തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ സംഭവിച്ചു.